എല്ലാവർക്കും സ്വാഗതം. +2 കെമിസ്ട്രിയിലെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്രമം, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്രമം എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പുകളായി, അതായത് 15ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആയ നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മത്തിനെ പറ്റി പറയുകയും, പിന്നെ നൈട്രജന്റെ കോമ്പൗണ്ടുകൾ അമോണിയ, നൈട്രിക് ആസിഡ്, നൈട്രസ് ആസിഡ് പോലുള്ള കോമ്പൗണ്ടുകളെ സ്റ്റഡി ചെയ്യുക. അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ കോമ്പൗണ്ടുകൾ സ്റ്റഡി ചെയ്യുക. അതിനുശേഷം അടുത്ത ഗ്രൂപ്പായ 16ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അതിലെ ഓക്സിജന്റെ കോമ്പൗണ്ടുകളും സൾഫറിന്റെ കോമ്പൗണ്ടുകളെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുക. അതിനുശേഷം ഹാലജനെ പറ്റി സ്റ്റഡി ചെയ്യുക. അതിനുശേഷം നോബിൾ ഗ്യാസുകളെ പറ്റി സ്റ്റഡി ചെയ്യുക. ഈ ഒരു ക്രമത്തിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. അപ്പം ഞാനൊരു പ്രോപ്പർട്ടി പറഞ്ഞതിന് ശേഷം ആ പ്രോപ്പർട്ടി ഏതൊക്കെ ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യുന്നു അത് ഒരുമിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഓക്സോ ആസിഡ് എന്നൊരു ടോപ്പിക് ഞാൻ പറഞ്ഞാൽ, ഓക്സോ ആസിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ കണ്ടെയ്നിങ് ആസിഡ് ആണ്. അപ്പൊ എങ്കിൽ ആ ഓക്സോ ആസിഡ് എന്ന ഹെഡിങ്ങിനകത്ത് നൈട്രജന്റെ ഓക്സോ ആസിഡും പറയും, ഫോസ്ഫറസിൻ്റെതും പറയും, സൾഫറിന്റെ ഓക്സോ ആസിഡ് പറയും, ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും ബ്രോമിന്റെയും ഒക്കെ പറയും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതൊരു ഹെഡിങ് പറഞ്ഞതിന് ശേഷം അത് എല്ലാ ഗ്രൂപ്പിലേക്കും അപ്ലൈ ചെയ്ത് കാണിക്കുക. അതങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ടെക്സ്റ്റ് ബുക്കിന്റെ ക്രമം എന്ന് വെച്ചാൽ തിരിച്ചാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്നത്. അത് കംപ്ലീറ്റ് സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് അടുത്ത ഗ്രൂപ്പിലേക്ക് പോകുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരുത്തിയതിനു ശേഷം പിന്നെ അതിന്റെ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് അത് എല്ലാ ഗ്രൂപ്പിലും അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവർക്ക് ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ട് വരും. അത് നമ്മൾ കംപ്ലീറ്റ് പഠിച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വായിക്കുമ്പോൾ എല്ലാ പോയിന്റും വരുന്നതായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇവിടെ അത് അല്ലോട്രോപിക് ഫോംസ് ആണ്. ആ പോയിന്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോയിന്റ് എടുത്തിട്ട് അത് എല്ലാ ഗ്രൂപ്പിലും അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പൊ അല്ലോട്രോപിക് ഫോം എന്താണെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബണിന്റെ അല്ലോട്രോപ്പുകൾ 3 ഉണ്ടെന്ന് ഓർമ്മയുണ്ട്. കാർബണിന്റെ അല്ലോട്രോപ്പുകളായ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറി. ഈ 3 പേരുടെയും പ്രത്യേകത, 3 സബ്സ്റ്റൻസിനും കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പൊ കാർബൺ കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലറും കാണാൻ വ്യത്യാസം, ഫിസിക്കൽ പ്രോപ്പർട്ടി വ്യത്യാസമായിരിക്കുന്ന ആൾക്കാരെയാണ് അല്ലോട്രോപ്പുകൾ എന്ന് പറയണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസും ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ പോലുള്ള ആൾക്കാരുടെ വിശദമായി തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നമുക്ക് ആരുടെയൊക്കെ അല്ലോട്രോപ്പുകളെ പറ്റി പറയണമെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ ആൾക്കാരെയും ഇല്ല. നമുക്ക് വെറും ഫോസ്ഫറസിന്റെ അല്ലോട്രോപ്പുകളും സൾഫറിന്റെ അല്ലോട്രോപ്പുകളും മാത്രം നമുക്ക് ഈ വർഷം സംസാരിച്ചാൽ മതി. ഇത്രയും എലമെന്റുകളുടെ അല്ലോട്രോപിക് ഫോമുകളെ പറ്റി നമുക്ക് പറയാനില്ല. പകരം വെറും 2 സൾഫറിന്റെയും ഫോസ്ഫറസിന്റെയും മാത്രം അല്ലോട്രോപ്പുകളെ പറ്റി പറഞ്ഞാൽ മതി എന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഇന്ന് പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് ഇതാണ്. നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അല്ലോട്രോപിക് ഫോംസ് ആണ്. അല്ലോട്രോപിക് ഫോംസിനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഒരു എലമെന്റ് തന്നെ ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടി വരാം, പക്ഷേ സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് കാണുന്ന ഒരു എലമെന്റിന്റെ ഡിഫറെന്റ് ഫോംസിനെ വിളിക്കേണ്ട പേരാണ് അല്ലോട്രോപ്സുകൾ എന്ന് പറയുന്നതെന്ന് നമുക്കറിയാം. അതിൽ കാർബണിന്റെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇത്തവണ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോസ്ഫറസിന്റെയും സൾഫറിന്റെയും ആണ്. അപ്പൊ അതിൽ ആദ്യം ഫോസ്ഫറസിലേക്ക് വരാം. ഫോസ്ഫറസിന്റെ അല്ലോട്രോപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഡയമണ്ട്, ഗ്രാഫൈറ്റ് പോലുള്ള വാക്കുകളേ ഇല്ല. പകരം വൈറ്റ് ഫോസ്ഫറസ്, പിന്നെ റെഡ് ഫോസ്ഫറസ്, പിന്നെ ബ്ലാക്ക് ഫോസ്ഫറസ്. ഇത്രയേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറി എന്നൊക്കെ പറഞ്ഞതുപോലെ അത്രയും വലിയ വാക്കൊന്നുമില്ല. ഫോസ്ഫറസിന്റെ അല്ലോട്രോപ്പുകൾ 3 ഉള്ളൂ. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വൈറ്റ് ഫോസ്ഫറസും, ബ്ലാക്ക് ഫോസ്ഫറസും, റെഡ് ഫോസ്ഫറസും, അങ്ങനെ 3 ടൈപ്പ് മാത്രമേ ഉള്ളെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അതില് പിന്നെ വൈറ്റ് ഫോസ്ഫറസിന്റെ പ്രത്യേകത, വൈറ്റ് ഫോസ്ഫറസ് P4 ഫോമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ എല്ലിലും പല്ലിലും ഒക്കെ കാണപ്പെടുന്ന ഫോസ്ഫറസിന്റെ ടൈപ്പ് ഈ വൈറ്റ് ഫോസ്ഫറസ് ആണ്. അപ്പൊ അതൊരു പോയിന്റ് ആണ്. അപ്പൊ P4 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതൊരു ടെട്രാഹെഡ്രൽ ആണ്. ടെട്രാഹെഡ്രൽ
ടെട്രാഹെഡ്രൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. ഈ ടെട്രാഹെഡ്രലിന്റെ സാധാരണ ബോണ്ട് ആംഗിൾ നമുക്കറിയാം, അത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. പക്ഷെ ഇവിടെ ആ ബോണ്ട് ആംഗിൾ നല്ലവണ്ണം ചുരുങ്ങിയിട്ട് ആ ബോണ്ട് ആംഗിൾ 60 ഡിഗ്രി ആയി ചുരുങ്ങുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 109 വരേണ്ട സ്ഥാനത്ത് അതിന്റെ പകുതിയോളമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് പെട്ടെന്ന് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മറ്റൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അലോട്രോപിക് ഫോംസ് ഓഫ് ഫോസ്ഫറസ് ആണ് പഠിക്കുന്നത്. 3 അലോട്രോപിക് ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു, വൈറ്റ് ഫോസ്ഫറസും റെഡ് ഫോസ്ഫറസും ബ്ലാക്ക് ഫോസ്ഫറസും. അതിൽ വൈറ്റ് ഫോസ്ഫറസിന്റെ പ്രത്യേകത P4 ആണ്, ടെട്രാഹെഡ്രലാണ്. അതിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയാം. പക്ഷെ സാധാരണ ടെട്രാഹെഡ്രലിന്റെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് വരുന്ന സ്ഥാനത്ത് ഇവിടെ 60 ഡിഗ്രിയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റപ്ചർ ചെയ്യുന്നു. പെട്ടെന്ന് റപ്ചർ ചെയ്യുന്ന പറയുമ്പോഴത്തേക്ക് അത് ഹൈലി റിയാക്റ്റീവ് ആണ്. ഓക്കെ, ഇനി ഹൈലി റിയാക്റ്റീവ് ആണെങ്കിലും ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ, പക്ഷേ സോല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്. ഓർഗാനിക് സോൾവെന്റ് സാധാരണ കാർബൺ ഡൈസൾഫൈഡിന്റെ കാര്യം പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വൈറ്റ് ഫോസ്ഫറസ് സൂക്ഷിക്കുന്നത് സ്റ്റോർഡ് ഇൻ വാട്ടർ. ഓക്കെ, വെള്ളത്തിൽ ലയിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൽ സൂക്ഷിക്കാം. വെള്ളത്തിൽ ലയിച്ചിരുന്നെങ്കിൽ വെള്ളത്തിൽ സൂക്ഷിക്കാൻ കഴിയില്ല. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ശരി, വാട്ടർ സൂക്ഷിക്കുന്നു. അപ്പൊ അത് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമായി ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് വൈറ്റ് ഫോസ്ഫറസ് വെള്ളത്തിൽ സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം പറയേണ്ടത് അത് വാട്ടറിൽ ലയിക്കുന്നില്ല എന്നല്ല പറയേണ്ടത്. പകരം ഇത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ ബട്ട് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് എയർ ഓക്സിഡേഷൻ നടക്കുന്നു. എയർ ഓക്സിഡേഷൻ, ആ എയർ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് വാട്ടറിനകത്ത് സൂക്ഷിക്കുന്നതെന്ന് പറയണം. അപ്പൊ അതിനകത്ത് ഒരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞു. ഇപ്പോ വൈറ്റ് ഫോസ്ഫറസ് സൂക്ഷിക്കുന്നത് വെള്ളത്തിലാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വൈറ്റ് ഫോസ്ഫറസ് വെള്ളത്തിൽ സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വെള്ളത്തിൽ സോല്യൂബിലിറ്റി ഇല്ല എന്നല്ല ഉത്തരം പറയേണ്ടത്. അത് വെള്ളത്തിൽ നിന്ന് പുറത്ത് വന്നാൽ അത് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്ത് ബേൺ ചെയ്ത് പോകാൻ, എയർ ഓക്സിഡേഷൻ നടന്ന് അത് കോമ്പൗണ്ട് ഫോസ്ഫറസിന്റെ ഓക്സൈഡുകളായി മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് വൈറ്റ് ഫോസ്ഫറസിനെ വെള്ളത്തിൽ സൂക്ഷിക്കുന്നതെന്ന് പറയണം. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകത, ഇത് ട്രാൻസ്ലൂസന്റ് ആണ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ട്രാൻസ്ലൂസന്റ് ടൈപ്പിനെ പറ്റി നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ അത് വൈറ്റ് ആണ് ഒരു പോയിന്റ്. പിന്നെ വാക്സി സോളിഡ് ആണ്. വാക്സ് മെഴുക് പോലെ അറിയാം. വൈറ്റ് ട്രാൻസ്ലൂസന്റ് വൈറ്റ് വാക്സി സോളിഡ് എന്ന് പറയാറുണ്ട്. പിന്നെ ഇത് ഗാർലിക് സ്മെല്ലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ ഇരുന്നാലും ഈ വൈറ്റ് ഫോസ്ഫറസിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും, സ്മെല്ലുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് പോയിസണസ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റുകളെല്ലാം തന്നെ നമുക്ക് വൈറ്റ് ഫോസ്ഫറസിലേക്ക് പറയാം. അതേസമയം റെഡ് ഫോസ്ഫറസിലേക്ക് വരുന്ന സമയത്ത് അതൊരല്പം ഇപ്പോഴൊന്നും ഒരു ബോണ്ട് അവിടെ ഇല്ല. ഈ ബോണ്ട് റപ്ചർ ചെയ്തിട്ട് ഇത് പരസ്പരം ഒരു പോളിമർ പോലെ കാണുന്നുണ്ട്. അപ്പൊ ഈ നടുക്കുള്ള വരയില്ല, പകരം അത് മറ്റു 2 ആൾക്കാരുമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അല്പം റിലാക്സേഷൻ ഉണ്ട്, റിയാക്ടിവിറ്റി അല്പം കൂടെ കുറയുന്നു. ഇത് നേരത്തെ ഹൈലി റിയാക്റ്റീവ് ആണെങ്കിൽ ഇപ്പോൾ അത്ര പ്രശ്നമില്ല, കാരണം ഒരു ബോണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പോളിമറിക് ചെയിൻ ആണെന്ന് പറയണം. അപ്പൊ റിയാക്ടിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ ഹൈലി റിയാക്റ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ലെസ് റിയാക്റ്റീവ് ആണ്. ഇനി സോളിബിലിറ്റിയുടെ കാര്യം നോക്കുന്ന സമയത്ത് ഇത് വാട്ടറിൽ സോളിബിലിറ്റി ഇല്ല, പക്ഷെ ഓർഗാനിക് സോളിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇത് അങ്ങനെയല്ല. റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് വാട്ടറിലും സോളിബിലിറ്റി ഇല്ല, ഓർഗാനിക് സോൾവെന്റിലും സോളിബിലിറ്റി ഇല്ല എന്ന് ഓർമ്മിച്ചോണം. രണ്ടിലും ലയിക്കുന്നില്ല. ഇനി വാക്സി സോളിഡ് ആണെന്ന് പറഞ്ഞു. ഇത് അങ്ങനെയല്ല, റെഡ് കളറാണ്, റെഡ് ഫോസ്ഫറസ് ആണ്, മാച്ച് ബോക്സിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഇത് ഗാർലിക് സ്മെല്ലാണ്, പക്ഷെ ഇത് ഓർഡർ സ്മെൽ ലെസ് ആണ്, ഓർഡർ ഇല്ല. പോയിസണസ് ആണെങ്കിൽ പക്ഷേ റെഡ് ഫോസ്ഫറസ് നോൺ പോയിസണസ് ആണ്. ഓക്കെ, അപ്പോൾ റെഡ് ഫോസ്ഫറസുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഓർക്കാം. അത് പോളിമറിക് ചെയിൻ ആണ്. പിന്നെ അതുപോലെ ലെസ് റിയാക്റ്റീവ് ആണ്, ഇൻസോൾബിൾ ഇൻ വാട്ടർ ആൻഡ് ഓർഗാനിക് സോൾവെന്റ്, രണ്ടിലും ലയിക്കുന്നില്ല, റെഡ് കളർ ആണ്. പിന്നെ ഓർഡർലെസ് ആണ്, സ്മെല്ലേ ഇല്ല. ഓർഡർ എന്ന് വെച്ചാൽ നമുക്കറിയാം സ്മെല്ലാണ്, ODOUR സ്മെൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓർഡർലെസ് ആണ്, പിന്നെ പോയിസണസ് അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, വൈറ്റ് ഫോസ്ഫറസിനെ ഹീറ്റ് ചെയ്തിട്ട് റെഡ് ഫോസ്ഫറസ് ഉണ്ടാക്കാറുണ്ട്. വൈറ്റ് ഫോസ്ഫറസിൽ നിന്നാണ് റെഡ് ഫോസ്ഫറസ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പ്രിപ്പറേഷനായിട്ട് വേണമെങ്കിലൊക്കെ ചോദിക്കാം, ഏത് പോയിന്റ് വെച്ച് വേണം പരീക്ഷയ്ക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഇനി ബ്ലാക്ക് ഫോസ്ഫറസിലേക്ക് വന്നാൽ അത് ലെയർ ലൈക്ക് ആണ്, ഷൈനിങ് ക്രിസ്റ്റൽസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഓർഡർലെസ് ആണ്,
നോൺ പോയിസണസ് ആണ്. പിന്നെ വൈറ്റ് ഫോസ്ഫറസിൽ നിന്ന് കിട്ടുന്നതിനെ വൈറ്റ് ഫോസ്ഫറസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ വെച്ചിട്ട് റെഡ് ഫോസ്ഫറസും കിട്ടാം, ബ്ലാക്ക് ഫോസ്ഫറസും കിട്ടാം. അതിൽ വൈറ്റ് ഫോസ്ഫറസിൽ നിന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്ലാക്ക് ഫോസ്ഫറസിനെ ബീറ്റ ബ്ലാക്ക് എന്ന് പറയാറുണ്ട്. അതേസമയം റെഡിൽ നിന്ന് കിട്ടാറുണ്ട്, റെഡ് ഫോസ്ഫറസിൽ നിന്ന് കിട്ടുന്നതിന് ആൽഫ ബ്ലാക്ക് എന്ന് പറയാറുണ്ട്. അപ്പൊ ആ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ ഓർമ്മിക്കാം. വൈറ്റ് ഫോസ്ഫറസ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് റെഡ് ഫോസ്ഫറസും കിട്ടും, വൈറ്റ് ഫോസ്ഫറസിൽ തന്നെ ബ്ലാക്ക് ഫോസ്ഫറസും കിട്ടും. അതിൽ വൈറ്റ് ഫോസ്ഫറസിന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ കിട്ടുന്ന ബ്ലാക്ക് ഫോസ്ഫറസിനെ നമ്മൾ ബീറ്റ ബ്ലാക്ക് എന്നാണ് പറയുന്നത്. അതേസമയം റെഡ് ഫോസ്ഫറസിന് ഹീറ്റ് ചെയ്തുണ്ടാകുന്ന ബ്ലാക്ക് ഫോസ്ഫറസിനെ ആൽഫ ബ്ലാക്ക് ഫോസ്ഫറസ് എന്ന് പറയാറുണ്ടെന്ന് ഓർമ്മിച്ചോളാം. ഓക്കെ, ഇത്രയും പോയിന്റുകൾ നമുക്ക് ഇവിടെ പറയാം. ഇനി ബ്ലാക്ക് കളറാണ്, അതൊരു പോയിന്റ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ തൽക്കാലം പോയിന്റുകൾ ഓർത്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാതെ നമ്മുടെ പുതിയ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ അലോട്രോപിക് ഫോംസ് ഓഫ് ഫോസ്ഫറസ്. ഒരു സാധാരണ ഉത്തരം 3 തരമുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. അക്രമത്തിൽ തന്നെ പറയാം, വൈറ്റ് ഫോസ്ഫറസ്, റെഡ് ഫോസ്ഫറസ്, ബ്ലാക്ക് ഫോസ്ഫറസ്. ഓക്കെ, ഇനി വൈറ്റ് ഫോസ്ഫറസുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. എളുപ്പമെന്ന് തോന്നും, പക്ഷെ പരീക്ഷയ്ക്ക് ഓർത്തെടുക്കുക ബുദ്ധിമുട്ടാണ്. ടെട്രാഹെഡ്രൽ സ്ട്രക്ചറാണ്, സ്ട്രക്ചർ വരയ്ക്കാൻ അറിയാം. 60 ഡിഗ്രിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് റപ്ചർ ചെയ്യും, അതുകൊണ്ട് ഹൈലി റിയാക്റ്റീവ് ആണ്. വാട്ടറിൽ സോളിബിലിറ്റി ഇല്ല, ഓർഗാനിക് സോൾവെന്റിൽ സോളിബിലിറ്റി ഉണ്ട്. വാട്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്നതിന് കാരണം പുറത്ത് വന്നാൽ എയർ ഓക്സിഡേഷൻ നടക്കുന്നതെന്ന് പറയണം. പിന്നെ വൈറ്റ് ട്രാൻസ്ലൂസൻറ്റ് വൈറ്റ് വാക്സി സോളിഡ് ആണ്. പിന്നെ സ്മെല്ലുണ്ട്, ഗാർലിക് സ്മെല്ലാണ്, വെളുത്തുള്ളിയുടെ ഗന്ധം. പിന്നെ പോയിസണസ് ആണ്. ഇതുപോലുള്ള പോയിന്റുകൾ പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമുണ്ട്, അതിനെ ഫോസിജാ എന്ന് പറയും. ഫോസിജോ എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കവിളൊക്കെ പൊട്ടിപ്പോകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അതിനെ ഫോസിജ എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അസുഖത്തിന്റെ പേരും കൂടെ അവിടെ ഓർക്കുക. റെഡ് ഫോസ്ഫറസ് കിട്ടുന്നത് വൈറ്റ് ഫോസ്ഫറസിന് ഹീറ്റ് ചെയ്ത് റെഡ് ഉണ്ടാക്കാം. പിന്നെ പോളിമറിക് ചെയിൻ ആണ്, ലെസ് റിയാക്റ്റീവ് ആണ്, സോളിബിലിറ്റി വാട്ടറിലും ഇല്ല, ഓർഗാനിക് സോൾവെന്റിലും ഇല്ല. റെഡ് കളറാണ്, ഓർഡർലെസ് ആണ്, സ്മെല്ലില്ല. ഓർഡർ എന്ന് വെച്ചാൽ സ്മെല്ലാണ്, ODOUR. ഓർഡർലെസ് ആണ്, നോൺ പോയിസണസ് ആണ്. ബ്ലാക്ക് ഫോസ്ഫറസ് ആണ്, ബ്ലാക്ക് കളറാണ്, ലെയർ ലൈക്ക് ആണ്, ഷൈനിങ് ക്രിസ്റ്റൽസ് ആണ്, ഓർഡർലെസ് ആണ്, സ്മെല്ലില്ല, പോയിസണസ് അല്ല. പിന്നെ ബ്ലാക്ക് ഫോസ്ഫറസ് 2 ഉണ്ട്, ബീറ്റയും ആൽഫയും ഉണ്ട്. വൈറ്റ് ഫോസ്ഫറസിന് കിട്ടുന്നത് ബീറ്റ ബ്ലാക്കും അതുപോലെ റെഡ് ഫോസ്ഫറസിന് കിട്ടുന്നത് ആൽഫ ബ്ലാക്കും ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ, ഇത്രയാകുമ്പോൾ നമുക്ക് ഫോസ്ഫറസിന്റെ അലോട്രോപിക് ഫോമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്കുള്ളത് ആയിരിക്കും. പിന്നെ ഈ സൾഫറിന്റെ ആണ്. സൾഫറിനെ സംബന്ധിച്ചിടത്തോളം 4 എണ്ണം ഉണ്ട്. ഒന്ന് റോംബിക് സൾഫർ, മറ്റൊന്ന് പ്രിസ്മാറ്റിക് സൾഫർ, പിന്നെ ഒരെണ്ണം സൈക്ലോ S6, പിന്നെ ഒരെണ്ണം S2 ഫോം. ഇങ്ങനെ 4 എണ്ണം. ഓക്കെ, അപ്പൊ അതില് റോംബിക് സൾഫറിന് നമുക്ക് ആൽഫ സൾഫർ എന്ന് പറയാം, പ്രിസ്മാറ്റിക്കിന് ബീറ്റ എന്ന് പറയാം, വേറൊരു പേരും ഉണ്ട്, മോണോക്ലിനിക് ഉണ്ട്, സൈക്ലോ S6, S2 ഫോം. അതിൽ S2 ഫോമിനെ പറ്റി വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ പരീക്ഷയ്ക്ക് ഒരു ഓൺബോർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഒറ്റ പോയിന്റ് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സൾഫറിന്റെ അലോട്രോപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് S2 ഫോമിനെ പറ്റി പറയാം. ഇനി സൈക്ലോ S6 എന്ന് വെച്ചാൽ അത് ആർട്ടിഫിഷ്യൽ ആണ്, പിന്നെ ചെയർ ലൈക്ക് ആണ്. ചെയർ പോലെ വരച്ച് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും സൾഫർ ഇടുക. ഓക്കെ, ഇനി നമ്മളെ റോംബിക്കിലും പ്രിസ്മാറ്റിക്കിലേക്ക് വന്നാൽ റോംബിക്കിന്റെ സ്റ്റെബിലിറ്റി below 369 Kelvin. Monoclinic stability above 369 Kelvin. അതിന്റെ അർത്ഥം 369 കെൽവിന്റെ പ്രത്യേകത, അത് ഓർമ്മിക്കാൻ എളുപ്പമുള്ള ഫാൻസി നമ്പർ തന്നെയാണ് 369. ആ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത, ആ ടെമ്പറേച്ചർ എന്നുള്ളത് ഒരു ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണ്. ആ ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ റോംബിക് സൾഫർ ആണ് സ്റ്റേബിൾ, അതിന് മുകളിലാണെങ്കിൽ മോണോക്ലിനിക് സൾഫർ ആണ് സ്റ്റേബിൾ എന്ന് ഓർമ്മിക്കുക. അപ്പോൾ അവിടെ ഒരു പുതിയ ചോദ്യം കൂടെ പറഞ്ഞ്
ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്രയാണ്, സൾഫറിന്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ ഫാൻസി നമ്പറാണ് 369 369 കെൽവിൻ എന്ന് പറയണം. 369 കെൽവിന് താഴെ വെച്ച് റോംബിക് സൾഫർ സ്റ്റേബിൾ, 369 കെൽവിന് മുകളിലാണുള്ളത് മോണോക്ലിനിക് സൾഫർ സ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിനകത്ത് ഇത് എസൈറ്റ് ഫോം ആയിട്ട് കാണുന്നു എന്ന് പറയണം. എന്നിട്ട് എസൈറ്റ് വരച്ചു കൊടുക്കണം. ഇതിന് വരച്ചാൽ മാത്രം പോലെ സൾഫർ എണ്ണി എഴുതണം. 1 2 3 4 5 6 7 8. ഇതും എസൈറ്റ് തന്നെ. ഇതുപോലെ വരച്ച് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് സൾഫർ അവിടെ അടയാളപ്പെടുത്താൻ മറന്നു വരുത്. ഇനി ഇത് ക്രിസ്റ്റലൈൻ ഫോമാണ്. ഇതും ക്രിസ്റ്റലൈൻ ഫോമാണ്. സോളിബിലിറ്റി, വാട്ടർ സോളിബിലിറ്റി ഇല്ല, പക്ഷെ ഓർഗാനിക് സോൾവെന്റിൽ സോളിബിലിറ്റി ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ CS2 സോളിബിലിറ്റി ഉണ്ട്. ഇനി ഇത് കിട്ടുന്നത് റോൾ സൾഫറിനെ CS2 സോളിബിൾ ആക്കി എടുത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നതെന്ന് പറയാറുണ്ട്. ഇനി ഇതിന് മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇത് നീഡിൽ ലൈക്ക് ആണ്, പിന്നെ ട്രാൻസ്പാരന്റ് ആണ്. ഓക്കെ, പിന്നെ അപ്പൊ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം നമുക്ക്. അപ്പോ ഒന്നുകൂടെ നമ്മൾ ഇന്ന് പഠിച്ച പോയിന്റ് ഒരൊറ്റ പോയിന്റേ ഉള്ളൂ. ഫോസ്ഫറസിന്റെ അലോട്രോപിക് ഫോംസിനെ പറ്റിയും പറഞ്ഞു, സൾഫറിന്റെ അലോട്രോപിക് ഫോംസിനെ പറ്റിയും പറഞ്ഞു. അപ്പൊ അതിൽ സൾഫറിന്റെ അലോട്രോപിക് ഫോം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയേണ്ടത് റോംബിക് സൾഫർ അല്ലെങ്കിൽ ആൽഫ സൾഫർ, പ്രിസ്മാറ്റിക് സൾഫർ അല്ലെങ്കിൽ ബീറ്റ സൾഫർ, അല്ലെങ്കിൽ മോണോക്ലിനിക് സൾഫർ, പിന്നെ സൈക്ലോ S6, പിന്നെ S2 ഫോം. റോംബിക് സൾഫറിന്റെ പോയിന്റുകൾ സ്റ്റേബിൾ ബിലോ 369 കെൽവിൻ, എസൈറ്റ് ഫോമാറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഈ പടവും വരയ്ക്കണം. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. പിന്നെ സോളിബിലിറ്റി വാട്ടറിലില്ല, പക്ഷെ CS2 പിന്നെ റോൾ സൾഫറിനെ ഹീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റോൾ സൾഫറിനെ സോലിബിൾ ആക്കി CS2 ഉണ്ടാക്കിയെടുക്കാം. പ്രിസ്മാറ്റിക് സൾഫറിന്റെ പോയിന്റുകൾ അല്ലെങ്കിൽ മോണോക്ലിനിക് സൾഫറിന്റെ പോയിന്റുകൾ സ്റ്റേബിൾ എബവ് 369 കെൽവിൻ, എസൈറ്റ് ഫോം തന്നെയാണ്, ക്രിസ്റ്റലൈൻ ഫോം തന്നെയാണ്. ആ ക്രിസ്റ്റലൈൻ പോയിന്റിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത കാര്യമുണ്ട്. ഏതോ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2 ക്രിസ്റ്റലൈൻ ഫോമുകളെ പറ്റി വിശദമാക്കി പറയുക എന്ന് ചോദിച്ചാൽ ഉദ്ദേശിക്കുന്നത് റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറുമാണ്. പിന്നെ മറ്റൊരു പോയിന്റ് നീഡിൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ട്രാൻസ്പാരന്റ് ആണ്. സൈക്ലോ S6 പോയിന്റുകൾ ആർട്ടിഫിഷ്യൽ ഫോമാണ്, ചെയർ ലൈക്ക് ഫോമാണ് എന്ന് പറഞ്ഞാൽ ചെയർ വരയ്ക്കുക. S2 സംബന്ധിച്ചിടത്തോളം അവിടെ പാരാമാഗ്നറ്റിക് ഫോം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം ഇവിടെ പറഞ്ഞത് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്താണെന്ന് ചോദിക്കാം. ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറും സ്റ്റേബിൾ ആവുന്ന ആ ടെമ്പറേച്ചറിനെയാണ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയേണ്ടത്. അത് സൾഫറിനെ സംബന്ധിച്ചിടത്തോളം ഫാൻസി നമ്പറായ 369 കെൽവിൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പിന്നെ ഫോസ്ഫറസിന്റെ അലോട്രോപ്പുകളും സൾഫറിന്റെ അലോട്രോപ്പുകളും നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നല്ലവണ്ണം പഠിക്കുക. എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുക. ശരി, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.